ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് കണ്ടാലോ. ഇന്ന് സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷം തികയുന്ന ദിവസം. എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ഈ ഒരു ദിവസം അങ്ങനെ ആഘോഷിക്കാൻ സാധിക്കാറില്ല. കാരണം ഇതിൻ്റെ പിറ്റേ ദിവസം, അതായത് നാളെ 20-ാം തീയതിയാണ് ഞങ്ങളുടെ മൂത്ത പുത്രൻ്റെ പിറന്നാൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അവനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എല്ലാ വർഷവും നാളെ തന്നെയാണ് ഞങ്ങൾ ആഘോഷിക്കാറ്. അതായത് 20-ാം തീയതി അവൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഞങ്ങൾ കേക്ക് മുറിച്ചും ഫുഡ് സ്പെഷ്യലായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ പുറത്ത് പോയി ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്തൊക്കെയാണ് ഞങ്ങൾ ആ ഒരു ദിവസം ആഘോഷിക്കാറ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വേറെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു ചെമ്മീൻ റോസ്റ്റും പാലട പായസവും ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ, അതായത് തൃശ്ശൂർ ഉണ്ടാക്കുന്ന രീതിയിലാണ്. തൃശ്ശൂർ ആരൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാറുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാറുണ്ട്. അതാണ് വീഡിയോൻ്റെ ആ ഒരു ഫസ്റ്റിൽ നമ്മൾ കണ്ടത്. വേവിച്ച വെള്ളവും ചെമ്മീനും മാറ്റി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ സാധാരണ ചിക്കൻ വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. വേറെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ വയ്ക്കുന്നത് പോലെ തന്നെ ആദ്യം എണ്ണ ചൂടാക്കുന്നു. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. അതിലേക്ക് സവോള, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ നന്നായി വഴറ്റുന്നു. അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഇടുന്നു. വേറെ മസാലകളൊന്നുമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, എല്ലാം കുറച്ച് അളവിലാണ്. കാരണം കുറച്ച് ചെമ്മീനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് അളവിലാണ് മസാലകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെമ്മീൻ വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നാലെ തന്നെ നമ്മൾ ആ ചെമ്മീൻ വേവിച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ആ ഒരു രുചി നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മൂടി അടച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ വെള്ളം വറ്റി തുടങ്ങും. അപ്പോൾ നമ്മൾ മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നല്ല പോലെ ആ എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു മസാല കുറുകി വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.